ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പ്ലസ് ടു തുല്യത ഹിസ്റ്ററിയിലെ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ് ആയിട്ടുള്ള ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെറുതായിട്ട് എൻ്റെ സാരീൻ്റെ കളറൊന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ പാർട്ട് 1 ബ്ലാക്ക് ആണെങ്കിൽ ഇപ്പോൾ പാർട്ട് 2 ഗ്രീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ ഫോട്ടോസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പാർട്ട് 2 കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല രസമല്ലേ ഈ പച്ചസാരിയൊക്കെ എടുത്തിട്ടല്ലേ. അപ്പം നമ്മൾ ഇനി അക്ഷര കൈരളിയുടെ 2ാമത്തെ പാർട്ടാണ് ചെയ്യണത് കേട്ടോ. കഴിഞ്ഞതിൽ നമ്മൾ കുറച്ച് തോനെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ വീഡിയോയിൽ. ഇനി നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എസ് എ ക്വസ്റ്റ്യൻസും പറയേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 26ാം ക്വസ്റ്റ്യൻ വരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി 27 മുതൽ 29 വരെയുള്ളതിൽ ഏതെങ്കിലും 2 ഉത്തരം എഴുതാനാണ്. ഓരോന്നിനും 5 സ്കോർ വീതമാണ് കേട്ടോ. ഇതിൽ 27ാമത്തെ ചോദ്യം ബുദ്ധമത തത്വങ്ങൾ ചുരുക്കി വിവരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ബുദ്ധമത തത്വങ്ങൾ നമുക്ക് നോക്കാം. ലോകത്തിലെ 4 സത്യങ്ങൾ ബുദ്ധൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആര്യ സത്യങ്ങൾ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലോകം ദുഃഖമയമാണ്. ദുഃഖത്തിനുള്ള കാരണം ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയാൽ ദുഃഖത്തെ മറികടക്കാം. ആഗ്രഹങ്ങൾ ഇല്ലാതാക്കാൻ അഷ്ടാംഗ മാർഗങ്ങൾ അനുഷ്ഠിക്കണം. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ലോകം ദുഃഖമയമാണ്. ദുഃഖത്തിനുള്ള കാരണം എന്താണ്? ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയാൽ ദുഃഖത്തെ മറികടക്കാൻ പറ്റും. ആഗ്രഹങ്ങൾ ഇല്ലാതാക്കാൻ അഷ്ടാംഗ മാർഗം അനുഷ്ഠിക്കണം. ഇതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള, അതായത് ബുദ്ധൻ മുന്നോട്ട് വെച്ചിട്ടുള്ള 4 സത്യങ്ങൾ. ഇതാണ് ആര്യ സത്യങ്ങൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതിലൊരു അഷ്ടാംഗ മാർഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ അഷ്ടാംഗ മാർഗങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ശരിയായ വാക്ക്, ശരിയായ ജീവിതം, ശരിയായ ഓർമ്മ, ശരിയായ തീരുമാനം, ശരിയായ പ്രവൃത്തി, ശരിയായ പരിശ്രമം, ശരിയായ വീക്ഷണം, ശരിയായ ധ്യാനം. ഇതില്ലേ ഈ അഷ്ടാംഗ മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിർവ്വാണം കൈവരിക്കാനുള്ള ഉപാധികളാണ് കേട്ടോ ഈ അഷ്ടാംഗ മാർഗങ്ങൾ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എന്ത് ബുദ്ധമത തത്വങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ 4 സത്യങ്ങളുണ്ട്. ആ 4 സത്യങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആര്യ സത്യങ്ങൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. 28ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ ഇതിന് ഉത്തരം പറഞ്ഞത് തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇവിടെ ആവർത്തിച്ചതാണ് കേട്ടോ. ഓക്കെ, ഇനി 29. 16 മഹാജനപദങ്ങളിൽ മഗധ എന്തുകൊണ്ടാണ് ശക്തമായി തീർന്നത്? എന്തുകൊണ്ടാണ് ഈ 16 മഹാജനപദത്തിൽ മഗധ ഉയർന്നു വന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. 27ാമത്തെ പേജ് നമ്പർ ഇല്ലേ, ആ 27ാമത്തെ പേജ് നമ്പറിൽ കറക്റ്റ് മഗധയുടെ ഉയർച്ച എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായതായിരുന്നു മഗധ. ഇന്നത്തെ ബീഹാർ ഉൾപ്പെടുന്ന പ്രദേശത്താണ് കേട്ടോ മഗധ സ്ഥിതി ചെയ്യുന്നത്. അപ്പം മഗധയുടെ ഉയർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ് കാർഷിക പുരോഗതിയെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇരുമ്പയിരുകളുടെ ലഭ്യത ഇരുമ്പ് ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലഭ്യമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ആനകളുടെ ലഭ്യത കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധങ്ങളിൽ മേധാവിത്വം അവർക്ക് നൽകി. പിന്നെ ഗംഗയും അതിൻ്റെ കൈവഴികളും ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അജാതശത്രു, മഹാപത്മനന്ദൻ എന്ന് തുടങ്ങിയിട്ടുള്ള ഭരണാധികാരികളില്ലേ, അവരുടെ ഈ ഭരണത്തിൽ മഗധയെ ശക്തമായിട്ടുള്ളൊരു മഹാജനപദമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെയാണ് മഗധയുടെ ആദ്യത്തെ തലസ്ഥാന നഗരമായിട്ടുള്ള തലസ്ഥാനമായിട്ടുള്ള രാജഗൃഹവും 2ാമത്തെ തലസ്ഥാനമായിട്ടുള്ള പാടലിപുത്രവും ഈ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ 1 വേർഡ് വേണമെങ്കിൽ ചോദിക്കാം. എന്ത് ചോദിക്കാം? മഗധയുടെ ആദ്യ തലസ്ഥാനം ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ ഏതാ? രാജഗൃഹമാണ് അല്ലേ. ഇനി 2ാമത്തെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പാടലിപുത്രയാണ് കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഈ ഓരോ ചാപ്റ്ററിൻ്റെയും നമ്മൾ ഈ ഒരു ഹിസ്റ്ററിയിൽ വരുന്ന 1 വേർഡുകളുടെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ നമ്മുടെ ഹിസ്റ്ററിയുടെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മുടെ ഈ ഒരു ഹിസ്റ്ററിയുടെ എല്ലാ ചാപ്റ്ററിലുള്ള 1 വേർഡുകളും കോർത്തി ഇണക്കിയിട്ട് ഒരു വീഡിയോ 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുന്നേ. അത് കണ്ടുപോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതിയ ആൾക്കാർക്ക് ഒരുപാട് ഉപകാരമായിട്ടുണ്ടെന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ ചാപ്റ്ററിലെയും 1 വേർഡുകൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കുറച്ചും കൂടിയും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വേണമെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ നേരിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മഗധയുടെ ആദ്യ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ രാജഗൃഹമാണ് ആൻസർ വരുന്നത്. മഗധയുടെ 2ാമത്തെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാടലിപുത്രയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ 1 വേർഡിന് വരാം. ഇനി അടുത്തത് 30 മുതൽ 32 വരെയുള്ളവയിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നിനും 8 സ്കോർ വീതമാണ്.
അപ്പോൾ ഇതിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും, അതായത് ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടില്ലേ, ആ 3 ക്വസ്റ്റ്യൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഥ പോലെ ഞാൻ ഇതിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ക്ലാസ്സുകളൊക്കെ നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഒന്നിലധികം ലിങ്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് പോലെ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പോയിട്ട് കാണാൻ പറ്റും കേട്ടോ. പക്ഷെ എന്നാലും നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഡിസ്കസ് ചെയ്യില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, എന്നാലും നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടല്ലോ, മോഹൻജദാരോയിലെ നഗരാസൂത്രണത്തെക്കുറിച്ചിട്ട് വിവരിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മോഹൻജദാരോയിലെ നഗരാസൂത്രണത്തെക്കുറിച്ച് വിവരിക്കുക. അപ്പം എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു എസ്സേ എഴുതുന്ന സമയത്ത് നിങ്ങളൊരു തുടക്കം ഉണ്ടായിരിക്കണം. അതായത് തുടക്കം വേണം, ഒടുക്കം വേണം. എന്നാലും നമ്മളൊരു ആമുഖം എന്നുള്ള രീതിക്ക് നമ്മൾ ആദ്യം എഴുതണം. അപ്പോഴാണ് നമുക്ക് ഒരു അതിനെപ്പറ്റിയുള്ളൊരു ധാരണ നമുക്കുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നമുക്ക് അറിയാമെന്നുള്ളത് നമ്മൾ വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സിന് മനസ്സിലാവും. കാരണം നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടാണ് വന്നതെന്നുള്ളത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആ ഒരു സ്ട്രക്ചർ എപ്പോഴും നല്ലതാണ്. അത് ഏതൊരു എക്സാം എഴുതുമ്പോഴും നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് മോഹൻജദാരോയിലെ ഒരു ആസൂത്രിത നഗരമാണ് അല്ലെങ്കിൽ നഗരാസൂത്രണം അത്രയും നല്ലതാണെന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആമുഖം എഴുതുമ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് അവിടുത്തെ നഗരങ്ങൾ എന്നുള്ളത്. ഈ നഗരങ്ങളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് തന്നെ അവിടെ മികച്ച ആസൂത്രണത്തിലുള്ള ഒരു നിർമ്മിതിയാണ് അവിടുത്തെ ഒരു നഗരം എന്നുള്ളത് കേട്ടോ. ഇത് 12ാമത്തെ പേജിലാണ്. പേജ് നമ്പർ ഞാൻ പറയാൻ വിട്ടുപോയില്ലേ, 12ാമത്തെ പേജിലാണ്. അങ്ങനെ ഒരു തുടക്കം നമ്മൾ തുടങ്ങണം കേട്ടോ. അങ്ങനെ ഈ നഗരങ്ങളിലല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മോഹൻജദാരോ. അങ്ങനെ ഈ മോഹൻജദാരോ എന്ന് പറയുന്നത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലാണ് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദിയുടെ തീരത്തുള്ള ഈ ആദ്യകാല പുരാവസ്തു പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് ആരാന്നറിയോ? R.D. ബാനർജിയാണ്. ഇത് വേണമെങ്കിൽ ഒരു വൺ വേർഡായിട്ട് ചോദിക്കാം. സിന്ധു നദിയുടെ തീരത്തുള്ള ആദ്യകാല പുരാവസ്തു പഠനങ്ങൾ നടത്തിയത് ആരാണ്? R.D. ബാനർജിയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു തുടക്കം, ജസ്റ്റ് ഒരു ആമുഖം നമ്മളവിടെ തുടങ്ങി വെക്കാം. എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ഓരോ ഭാഗങ്ങളിൽ എഴുതാം. അങ്ങനെ മറ്റു പല പ്രധാന നഗര കേന്ദ്രങ്ങളെയും പോലെ തന്നെ ഈ മോഹൻജദാരോ നഗരവും 2 ഭാഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത് കേട്ടോ. ഒന്നാണ് കോട്ട, രണ്ടാണ് കീഴ്പട്ടണം. രണ്ടാണ് കീഴ്പട്ടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ പ്ലേലിസ്റ്റിൽ, അതിൽ ഞാൻ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു പാർട്ട് എസ്സേ ക്വസ്റ്റ്യന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കി ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ മോഹൻജദാരോ 2 നഗരങ്ങളായിട്ടാണ് ഉള്ളത്. ഏതാണ്? കോട്ടയുണ്ട്, കീഴ്പട്ടണമുണ്ട്. ഒന്ന് കോട്ട സിറ്റാഡൽ ആൻഡ് കീഴ്പട്ടണം ലോവർ ടൗൺ. ഇങ്ങനെ 2 എണ്ണം ഉണ്ട് കേട്ടോ. അതിൽ കോട്ടയല്ലേ, അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം പറയാം. നഗരത്തിലെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ഉയർന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇഷ്ടികകൾ കൊണ്ടാണ് ഈ ഉയർന്ന വേദി അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോം എന്ത് ചെയ്തിട്ടുള്ളത്? നിർമ്മിച്ചിട്ടുള്ളത് ഇഷ്ടിക കൊണ്ടാണ് കേട്ടോ. അവിടെ ഉള്ള ഒരുവിധം എല്ലാ സംഭവങ്ങളും ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കാം. പിന്നെ കോട്ടയ്ക്ക് ചുറ്റും മതിലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ ധാരാളം കെട്ടിടങ്ങളുണ്ട്, ധാന്യ സംഭരണശാലയുണ്ട്, വലിയ കുളിപ്പുരണ്ട്. പിന്നെ ഇതൊക്കെ എവിടെയാണ്? കോട്ടയിലാണ് ഉള്ളത്. ഓക്കെ. ഇനി കീഴ്പട്ടണം. കോട്ടയ്ക്ക് താഴെയാണ് എന്തുള്ളത്? കീഴ്പട്ടണം ഉള്ളത്. ജനങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്? കീഴ്പട്ടണത്തിലാണ് ജനങ്ങൾ താമസിക്കുന്നത്. ജനങ്ങളുടെ താമസ മേഖലയാണ് കേട്ടോ കീഴ്പട്ടണം എന്ന് പറയുന്നത്. പിന്നെ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ധാരാളം കെട്ടിടങ്ങളും എവിടെയുണ്ട്? കീഴ്പട്ടണത്തിലുണ്ട്. ഇഷ്ടികകളെല്ലാം ഒരേ വലുപ്പത്തിൽ ഉള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ വിവരിക്കാൻ പോകുന്നത് കോട്ടയിലുണ്ടായിരുന്ന ധാന്യപ്പുരയെ കുറിച്ചാണ്. ധാന്യപ്പുര എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മോഹൻജദാരോയിലെ പ്രധാന കെട്ടിടമാണ് അവിടുത്തെ ധാന്യപ്പുര. ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. കാർഷിക രംഗത്തെ മിച്ചോൽപാദനത്തെയും ഫലപ്രദമായ സംഭരണ ഭരണിയെയുമാണ് ധാന്യപ്പുര നിർമ്മാണം സൂചിപ്പിക്കുന്നത്. അതായത് അവിടെ ഈ സാധനങ്ങളൊക്കെ അവർ കൃഷി ചെയ്തിട്ട് ഒരുപാട് കൂടി സർപ്ലസ് ആയി അല്ലെങ്കിൽ മിച്ചോൽപാദനം ഉണ്ടായപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? അവർക്ക് എടുത്തു വെക്കാൻ വേണ്ടി അവർ എന്തുണ്ടാക്കി? ധാന്യപ്പുര ഉണ്ടാക്കി. ഇനിയാണ് വലിയ കുളം കേട്ടോ. ഇത് അവരുടെ ഭയങ്കര നിർമ്മാണ വൈഭവത്തിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഈ വലിയ കുളം എന്നുള്ളത്. ദീർഘചതുരാകൃതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. കുളത്തിലേക്ക് ഇറങ്ങുന്നതിന് 2 വശങ്ങളിലായിട്ട് എന്തുണ്ട്? പടവുകളുണ്ടായിരുന്നു. കുളത്തിൻ്റെ വശങ്ങളിൽ ചെറിയ മുറികളും ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അവിടുത്തെ അഴുക്കുചാൽ സമ്പ്രദായം. എങ്ങനെയാണ് അവിടുത്തെ അഴുക്കുചാൽ സംവിധാനം എന്നുള്ളത് നമുക്ക് നോക്കാം.
ഇഷ്ടിക കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ മൂടിയിട്ടുണ്ടായിരുന്നതും എന്തുകൊണ്ടാണ്? ഇഷ്ടിക നിർമ്മിച്ചിട്ടായിരുന്നു. വീടുകളിലെ മലിനജലം തെരുവുകളിലെ അഴുക്കുചാലിലേക്കാണ് ഒഴുകിയിരുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ വീടുകളിലും എന്തുണ്ട്? അഴുക്കുചാലുണ്ട്. ഇതൊക്കെ എങ്ങോട്ടേക്കാണ് പോണത്? ഇതൊക്കെ ഒരു സെൻറ്ററിലുണ്ടാവും. അതായത് ഇതെല്ലാം ഓരോ വീട്ടിൽ നിന്നും ഓരോ മലിനജലങ്ങൾ ഇങ്ങനെ ഒഴുകിയിട്ട് സെൻട്രലായിട്ടുള്ളൊരു ഭാഗത്തേക്കാണ് പോവുക കേട്ടോ. അത് ഒരുമിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു തരത്തിലുള്ള മെഷീൻ്റെ സഹായമില്ല, ഒരു തരത്തിലുള്ള സ്കിൽസ് അവർ പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അവർ ഇത്രയും വലിയ രീതിക്ക് അവർ എന്തുണ്ടാക്കിയത്? അവിടുത്തെ ഒരു നഗരം കെട്ടിപ്പടുത്തത്. അപ്പോൾ അവരുടെ ഒരു നഗരാസൂത്രണം അല്ലെങ്കിൽ അവരുടെ ഒരു വൈഭവം, നിർമ്മാണ വൈഭവം എന്താണെന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ 14ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ധാന്യപ്പുര, വലിയകുളം, അഴുക്കുചാൽ എന്നൊക്കെ പറഞ്ഞ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ അവരുടെ ആ സ്കിൽസിന് നിങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി വീടുകളാണ്. കീഴ്പട്ടണങ്ങളിലാണ് വീട് നിർമ്മിച്ചതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ആൾതാമസം അവിടെ അല്ലായിരുന്നോ? നിരവധി മുറികളും നടുമുറ്റവും ഉള്ളതായിരുന്നു വീടുകൾ. പിന്നെ ഗോവണികൾ കൂടെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഗോവണി അതായത് കോണിപ്പടികളൊക്കെ. അപ്പോൾ ഒന്നിലധികം നിലയോട് കൂടിയിട്ടുള്ള വീടുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതിൻ്റെ തെളിവാണെന്ത്? ഈ കോണിപ്പടി എന്നുള്ളത് കേട്ടോ. പിന്നെ ഭൂരിഭാഗം എല്ലാ വീടുകളിലും കിണറുകൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. 700-ൽ പരം കിണറുകൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ കീഴ്പട്ടണത്തിലെ റോഡുകളില്ലേ, അത് മട്ടകോണിൽ ഇടത്തോട്ടും വലത്തോട്ടും തിരിയുന്നവയായിരുന്നു കേട്ടോ. ഇത് കാരണം നഗരം നിരവധി ചതുരങ്ങളോ അല്ലെങ്കിൽ ദീർഘചതുരങ്ങളോ ആയിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ മെയിനായിട്ടുള്ള നഗരാസൂത്രണത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി എന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയാണ്, അറിയാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ, 1857 കലാപത്തിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കാനാണ് കേട്ടോ. ആ ഒരു ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്താണ്? 1857 വിപ്ലവം എന്നാണ്. അപ്പോൾ അതിൽ പേജ് നമ്പർ വരുന്നത് 138 പേജിലാണ് കേട്ടോ. 138 പേജിലാണ് കാരണങ്ങൾ കലാപത്തിൻ്റെ പറയുന്നത്. ഇതും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ പോയി നോക്കണം കേട്ടോ. ഇതിൻ്റെ കാരണങ്ങൾ സാമ്പത്തിക കാരണങ്ങളുണ്ട്, ഭരണപരവും രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്, അതുപോലെ തന്നെ സാമൂഹികവും മതപരവുമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അവധ് പിടിച്ചെടുത്തതും ഒരു കാരണമാണ്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഇതുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി 32ാമത്തെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളെക്കുറിച്ച് വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 11ാമത്തെ ചാപ്റ്ററാണ്. മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 150ാമത്തെ പേജിലാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണണേ. ചമ്പാരൻ സത്യാഗ്രഹം ഉണ്ട്, അഹമ്മദാബാദ് ഗേത്ത സത്യാഗ്രഹം, അങ്ങനെയുള്ള ഒരുപാട് സത്യാഗ്രഹങ്ങൾ സമരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഉപ്പ് സത്യാഗ്രഹമുണ്ട്, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം വരെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എസ്സേക്ക് എഴുതേണ്ടത്. അപ്പം ഇതോട് കൂടിയിട്ട് അക്ഷര കൈരളി 2025 പരീക്ഷാ പേപ്പർ, അതായത് മാതൃകാ പരീക്ഷാ പേപ്പർ നമ്മളിവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഒരുവിധം എല്ലാം ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പാസ്സാവാൻ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾ പാസ്സാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ക്ലാസ് കേൾക്കുക. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.